നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹെൽത്ത് പ്ലസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നത് മോണരോഗത്തെക്കുറിച്ചായിരുന്നു. മോണരോഗം എന്ന അസുഖം എത്രമാത്രം ഒരു വലിയ വ്യാപ്തി അതിനുണ്ടെന്നും ആരോഗ്യപരമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കും എന്നുള്ളതൊക്കെ പറ്റിയിട്ടുള്ള പുതിയ അറിവുകൾ ഒരുപാട് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കിട്ടി. അത്തരം വിഷയങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഡോക്ടർ അഞ്ജന നാരായണനായിരുന്നു. ഡോക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഉള്ളിയേരിക്കടുത്തുള്ള ശ്രീ ആഞ്ജനേയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഡോക്ടറുടെ മേഖല തന്നെ ഈ മോണരോഗമാണ്. അപ്പോൾ മോണരോഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത്. കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. ഡോക്ടറെ നമ്മൾക്ക് സ്നേഹപൂർവ്വം പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാം. ഡോക്ടർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മോണരോഗങ്ങളെ പറ്റി വളരെ വിശദമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്രദമായി നമ്മൾ കരുതുകയാണ്. കാരണം കുറേ ആളുകളുടെ മനസ്സിൽ ഈ അസുഖത്തെ പറ്റിയുള്ള ധാരണകളൊക്കെ ശരിയായിട്ട് മനസ്സിലാക്കാനും സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് ഈ മോണരോഗങ്ങൾ ഒരു നിശബ്ദനായിട്ടുള്ള ഒരു രീതിയിൽ വരികയും പിന്നെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാണ്, അല്ലേ? അപ്പോൾ എന്തൊക്കെയായിരിക്കാം ഇതിൻ്റെ ഒരു പ്രിവെൻഷന് വേണ്ടി, ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും? അപ്പോൾ ഏറ്റവും അധികം നമ്മുടെ മനസ്സിൽ ഒരു പ്രോപ്പർ ബ്രഷിംഗ് ആണ്. പക്ഷേ ധാരാളം പേര് കൃത്യമായിട്ട് ബ്രഷ് ചെയ്തിട്ടും അവർക്ക് ഈ അസുഖം വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. അപ്പം എങ്ങനെ നമുക്ക് അതിനെ തടയാനാവും? ഇപ്പൊ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ രണ്ടായി ഭാഗിക്കും. ഒന്ന് ഹോം കെയർ, ഒന്ന് പ്രൊഫഷണൽ കെയർ. ഹോം കെയർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രഷിംഗ് രീതി തന്നെയാണ്. അപ്പൊ മിക്കവാറും ഒ പിയിൽ എപ്പം വരുന്ന പേഷ്യൻസ് വന്ന് നമ്മൾ മോണരോഗം ഡിറ്റക്ട് ചെയ്യുന്നു, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. അപ്പൊ ഉത്തരം നമ്മൾ പറയുന്നു ബ്രഷിംഗ് ശരിയാവാത്തതുകൊണ്ട്. ഉടനെ ഞങ്ങൾക്ക് കിട്ടുന്ന മറുപടി, അതിന് ഞാൻ 2 നേരം ബ്രഷ് ചെയ്യാറുണ്ടല്ലോ, ഞാൻ 3 നേരം ബ്രഷ് ചെയ്യാറുണ്ടല്ലോ എന്ന് പറയും. 3 നേരം ബ്രഷ് ചെയ്തിട്ട് എനിക്ക് വന്നല്ലോ എന്ന്. അപ്പം വളരെ കോൺഫിഡന്റ് ആയിട്ട് എന്റെ ബ്രഷിംഗ് രീതി ശരിയാണ് എന്നാണ് പേഷ്യൻസ് പറയുന്നത്. പക്ഷെ എത്ര പ്രാവശ്യം ബ്രഷ് ചെയ്തു എന്നതിലല്ല കാര്യം, എങ്ങനെ ബ്രഷ് ചെയ്തു എന്നതിലാണ്, ക്വാളിറ്റിയാണ് കാര്യം. അതായത് നമ്മുടെ ബ്രഷിംഗ് രീതി ഫസ്റ്റ് പറയേണ്ടത് ഈ ഉമിക്കരി, പൽപ്പൊടി, മാവിന്റെ ഇല മുതലായ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത്. ഹാർഡ് ബ്രഷ്, അതായത് അഴുക്ക് പോകാൻ വേണ്ടി അമർത്തി തേക്കണം എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. നമുക്ക് ഉപയോഗിക്കേണ്ടത് സോഫ്റ്റ് ആയ ഒരു ടൂത്ത് ബ്രഷ് ആണ്. പക്ഷെ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പകുതി മോണമ്മലും പകുതി പല്ലുമ്മലും ചേർത്ത് ബ്രഷ് ചെരിച്ച് വെച്ച് മേലത്തെ വരിയാണെങ്കിൽ താഴത്തോട്ടും താഴത്തെ വരിയാണെങ്കിൽ മേലെ, അങ്ങനെ വേണം നമ്മൾ ബ്രഷ് ചെയ്യാൻ. അതായത് ബേസിക്കലി പല്ലിന്റെ മേലെയുള്ള അഴുക്കിനെ നമ്മൾ താഴേക്ക് കൊണ്ടുവരിക. അതായത് തഴുകി കൊണ്ടുവരാന്ന് പറയില്ല നമ്മളല്ലേ, നേരത്തെ ബ്രസിൽസ് കൊണ്ടുപോയിട്ട് തഴുകി ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പകുതി മോണമ്മലും പകുതി പല്ലുമ്മലുമായി ബ്രഷ് ചെരിച്ചു വെച്ച് പല്ലിന് മേലത്തെ വരിയാണെങ്കിൽ താഴത്തേക്കും താഴത്തെ വരിയാണെങ്കിൽ മേൽഭാഗത്തേക്കുമായി തഴുകി ഇതിനോട്ടുള്ള അഴുക്കിന് നമ്മൾ കളയുക എന്നുള്ളതാണ്, പല്ലിന്റെ ഇടയിലും കൂടെ കളയുക. പക്ഷെ പല്ല് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഈ സൈഡ് കാണുന്ന ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ബ്രഷ് തട്ടുന്നുള്ളൂ. ഏറ്റവും വില്ലനായി വരുന്ന 2 പല്ലിന്റെ ഇടയിലുള്ള ഭാഗമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കൂടുതലായിട്ടും അതിന്റെ ഉള്ളിലേക്കാണ് അഴുക്ക് നിൽക്കുക. അത് മോസ്റ്റ്ലി അവഗണിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതിനാണ് നമ്മൾ ഇന്റർ ഡെന്റൽ എയ്ഡ്സ് എന്ന് പറയും. അത് 2 പല്ലിന്റെ ഗ്യാപ്പ് അനുസരിച്ച് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യാൻ എന്ത് തരത്തിലുള്ള ഇന്റർ ഡെന്റൽ എയ്ഡ് ആണെന്ന്. അത് പല്ലുകളുടെ തമ്മിലുള്ള അകലം അധികം ഇല്ലെങ്കിൽ ഫ്ലോസ്, അതായത് നൂല്, ഡെന്റൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് വെച്ച് നമ്മൾ ബ്രഷിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുന്നോ ആയിട്ട് ഫ്ലോസിംഗ് നമ്മൾ ചെയ്യണം. എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പല്ലിന്റെ ഇടയിലുള്ള ആ അഴുക്കിന് താഴത്തേക്ക് കൊണ്ടുവരിക. ഈ ചിലപ്പോൾ നമുക്ക് ഈ പല്ലിന്റെ ഇടയിലുള്ള അകലം കൂടുതലാണെങ്കിൽ ഡെന്റൽ ഫ്ലോസ് ഉപകാരപ്പെടില്ല. കാരണം ആ ഗ്യാപ്പിനേക്കാളും വലുതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർഡെന്റൽ എയ്ഡ്. അപ്പൊ ഇന്റർഡെന്റൽ ബ്രഷസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടാറുണ്ട്. അപ്പം അത് ഈ ബ്രഷ് പല്ലിന്റെ 2 സൈഡിലുള്ള ഈ ഭാഗത്തിന് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർഡെന്റൽ ബ്രഷസ്. പിന്നെ ഇപ്പൊ നമുക്ക് വാട്ടർ ഫ്ലോസർ എന്ന് പറയുന്ന ഒരു സംഭവം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നല്ല ഫോഴ്സ്ഫുള്ളി വെള്ളം പൾസ് ചെയ്തിട്ട് പല്ലിന്റെ എല്ലാ ഗ്യാപ്പിന്റെ ഇടയിലേക്കും തെറിപ്പിച്ച് കളയുക. അപ്പൊ അതും ഇടയിലുള്ള അഴുക്കിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് മാത്രമല്ല, മൗത്ത് വാഷസ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അനുസരിച്ച് മൗത്ത് വാഷസ് നമ്മൾ യൂസ് ചെയ്യണം.
നാക്ക് വടിക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വായ നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ വീണ്ടും അടുത്ത അഴുക്ക് അല്ലെങ്കിൽ അണുക്കൾ വന്ന് അവിടെ ഒരു പ്ലാക്ക് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഈ അണുക്കൾ എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ പല്ല് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു, പക്ഷെ ഈ അണുക്കൾ നമ്മുടെ നാക്കിന്റെ മേലെയും വായന്റെ അകത്തുള്ള കവിളിന്റെ ഭാഗത്തുള്ള അവിടെയൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ വീണ്ടും ഇത് റീപോപ്പുലേറ്റ് വീണ്ടും വന്ന് അവിടെ നിൽക്കാനുള്ള സാധ്യത. അപ്പം നാക്ക് വടിക്കുന്നതും അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോഴാ ഇതിന്റെ ഒരു തല ഇത്ര വലുതാന്ന് നമ്മൾ അറിയില്ലല്ലോ. നമ്മൾ എല്ലാ ദിവസവും ചെയ്തോ വെച്ചാൽ ചെയ്തു ബ്രഷ് ചെയ്തു കൊണ്ട് പോകുന്നത്. ഡോക്ടർ വിശദമായിട്ട് പറയുമ്പോഴാണ് ഇത്ര ഏരിയസിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇനി ബാക്കി കൂടി കേൾക്കാം. പിന്നെ വേറൊരു കാര്യം, ബ്രഷ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യുന്നത് കണ്ണാടിയുടെ മുമ്പ് തന്നെ ബ്രഷ് ചെയ്യണം. നമ്മള് കണ്ണാടി ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് മോണയും പല്ലിന്റെ ഇടയിൽ എത്തിയോ, താഴെ കീഴെയുള്ള വഴിയില് ഉൾഭാഗത്ത് നമ്മൾ തല കുനിച്ച് തന്നെ നോക്കണം ബ്രഷ് മോണയുടെയും പല്ലിന്റെ ഇടയിൽ എത്തിയോ. നമ്മള് രാവിലെ ഉള്ള തിരക്കിൽ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് ബ്രഷ് ചെയ്ത് പോയി എത്തിയ കറക്റ്റ് ആയിട്ട് ബ്രഷ് എത്തുന്നില്ല. പിന്നെ അതേമാതിരി തന്നെ പ്രൊഫഷണൽ കെയർ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രൊഫഷണൽ കെയറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് കൃത്യമായി ഒരു 6 മാസം കൂടുമ്പോൾ ഡെന്റിസ്റ്റിനെ കാണിക്കണം. പല ഭാഗങ്ങളിലും നമ്മളെ ബ്രഷ് എത്താത്ത പോലെ വരും. ഒരു 6 മാസം കൂടുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ചികിത്സിക്കാം. അതേമാതിരി തന്നെ നമ്മൾ അതിനൊരു എന്താ പറയാ ട്രീറ്റ്മെന്റ് നമുക്ക് കറക്റ്റായി പോകാം. അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടാത്ത ഭാഗത്ത് ബ്രഷ് എത്തിപ്പെടാത്ത ഭാഗത്തുള്ള ക്ലീനിങ് ഒക്കെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ശരിയാണ്. അതൊരു വിദേശത്തൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കൃത്യമായ ഇടവേളകളിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ചെക്കപ്പുകൾ നടക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അവരുടെ ആരോഗ്യം കുറെ കൂടി അല്ലേ നല്ല രീതിയിൽ പോകും. അവർ അസുഖം ഉണ്ടായില്ലെങ്കിലും ആ പ്രോപ്പർ ഇടവേളകളിൽ കൃത്യമായിട്ട് പോയിട്ട് ഡോക്ടറെ കണ്ടിട്ടുണ്ടാവും, കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. ഒരുപക്ഷെ മാരകമായിട്ടുള്ള വരാനിരിക്കുന്ന പല അസുഖങ്ങളും നേരത്തെ ഡിറ്റക്ട് ചെയ്യാനും അതുവഴി ആരോഗ്യം തിരിച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു പല്ല് നഷ്ടത്തിന്റെ വക്കത്ത് എത്തിയിട്ട് തിരിച്ചു പിടിക്കണേക്കാൾ നല്ല ഇതേപോലൊരു ശീലം നമ്മൾ മലയാളികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രിയപ്പെട്ട ഡെന്റിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം വേണ്ട രീതിയിൽ പറഞ്ഞു തരും അല്ലേ. നല്ല ശീലങ്ങളാണ്, നമുക്കത് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. സാധാരണയായിട്ട് നമുക്കൊരു മോണരോഗം വരുമ്പോൾ ആളുകളുടെ ഒരു ധാരണ അത് പോസ്റ്റ്പോൺ ചെയ്യാം, അന്ന് കാണിക്കേണ്ട അടുത്ത ആഴ്ച നോക്കാം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും വേദന വരുമ്പോൾ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ നീണ്ടുപോകുന്ന രീതി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എപ്പോൾ ഡോക്ടറെ കാണണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി മറ്റൊന്ന് നമുക്കറിയേണ്ടത് ഒരു മോണരോഗ വിദഗ്ധ എന്നുള്ള അല്ലെങ്കിൽ ഡോക്ടർ നടത്തി വരുന്ന ചികിത്സകൾ എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ്. അപ്പോൾ ഡോക്ടർ എപ്പോൾ ഡോക്ടറെ കാണണം, അത് വളരെ പ്രധാനമാണോ? എങ്ങനെയാണ് എപ്പോൾ ഡോക്ടറെ കാണണം എന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴാണോ ഒരു സിംറ്റം ആയിട്ട് തോന്നുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബ്ലീഡിങ് വരുന്ന ഇഷ്യൂസ്, അപ്പൊ തന്നെ മാറ്റി വെക്കരുത്, നാളെ ആക്കാം. കാരണം നേരത്തെ പറഞ്ഞു മോണരോഗം ഒരു വളരെ സൈലന്റ് ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും കാണിക്കാതെ വളരെ സൈലന്റ് ആയി നിൽക്കുന്നതാണ്. അങ്ങേയറ്റെത്തി കഴിയുമ്പോൾ പല്ലിന് നല്ല ഇളക്കം വരുമ്പോഴായിരിക്കും 90% പേഷ്യൻസ് നമ്മളടുത്ത് ആ വരുന്ന സമയത്ത് അവര് നമ്മളോട് പറയാ എന്നാ പല്ല് നമുക്കൊന്ന് ഉറപ്പിച്ച് ഉഷാറാക്കി വെക്കണം. പക്ഷെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു പോയി എന്നുള്ളത് വളരെ സങ്കടത്തോടുകൂടി ഞങ്ങൾ തിരിച്ച് പേഷ്യന്റിനോടും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും വരാറ്. അപ്പം ഇനീഷ്യലി ബ്ലീഡിങ് മാത്രം കാണുകയാണെങ്കിൽ അത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാരും ഗൂഗിളിൽ കുറെ സെർച്ച് ചെയ്ത് അതിന്റെ അവരുടേതായ ഡയഗ്നോസിസ് ഒക്കെ നോക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വരിക. അപ്പം ആദ്യം വരുന്ന സമയത്ത് നമുക്ക് ഓഫർ ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ക്ലീനിങ് അല്ലെങ്കിൽ സ്കെയിലിംഗ്, അതാണ് ഞങ്ങളുടെ ടെക്നിക്കൽ ടേം. സ്കെയിലിംഗ് ചെയ്ത് വായിലുള്ള അണുക്കളൊക്കെ എടുത്തു കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തന്നെ ഒരു 90% കേസസിലും ഈ പറഞ്ഞിരിക്കുന്ന അസുഖ ലക്ഷണങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് മോണരോഗം വളരെയധികം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, പല്ലിനധികം ഇളക്കമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡീപ് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതായത് മോണയുടെ ഉള്ളോട്ടേക്ക് ചെറിയൊരു, അതൊരു ശസ്ത്രക്രിയ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നമ്മൾ ധരിപ്പിച്ചിട്ട് മോണയുടെ ഉള്ളോട്ടേക്കായിട്ട് ഉള്ള അഴുക്കുകളൊക്കെ എടുത്തു കളയും. ആ അണുബാധേനെയൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ
മുന്നോട്ടുള്ള അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സ് നമുക്ക് തടയാം. ഇനി അതിലും നമ്മൾക്ക് ഒത്തുന്നില്ല എന്നുണ്ടെങ്കിലാണ് ഫ്ലാപ്പ് സർജറി, അതായത് ചെറിയൊരു ശസ്ത്രക്രിയ മാതിരിയാണ്. മോണയുടെ ഉള്ളിലേക്കുള്ള പഴുപ്പുള്ള ദശയും ഇൻഫെക്ഷനുള്ള ദശ, അതിന്റെ എല്ലിനോട് ചേർന്ന് നിൽക്കുന്ന അഴുക്ക്, ഇതൊക്കെ നമുക്ക് എടുക്കാം. ഞാൻ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു, മോണരോഗം ബാധിക്കുമ്പോൾ നമുക്ക് എല്ലിന് തേയ്മാനം വരുന്നു. അപ്പൊ ഈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന എല്ലിനെ നമുക്ക് ബോൺ ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് റീജനറേറ്റ് ചെയ്യാം. അതായത് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോയ എല്ല്, മോണ, ഇതൊക്കെ നമുക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ സർജിക്കലി ചെയ്യുന്നത്. പിന്നെ നമുക്ക് മോണയുടെ തന്നെ ലേസർ ചികിത്സകളുണ്ട്. ലേസർ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ലേസർ ലൈറ്റ് ഉപയോഗിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇൻഫെക്ഷൻ ഉള്ള ദശേനെയൊക്കെ നമ്മൾ അതിന് ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതിനെ കരിച്ചു കളയുക. അപ്പൊ അവിടെയുള്ള മോണയെ കരിച്ചു കളയാന്നല്ല, ഇൻഫെക്ഷൻ ഉള്ള ആ ദശേനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. അതേമാതിരി അവിടെയുള്ള അണുബാധേനെയും നമുക്ക് ഈ ലേസർ ലൈറ്റ് വെച്ചിട്ട് നീക്കം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതൊക്കെ മോണരോഗത്തിന്റെ ചികിത്സകളാണെങ്കിൽ ഒരു മോണരോഗ വിദഗ്ധ എന്ന രീതിയിൽ നമുക്ക് കുറച്ച് കോസ്മെറ്റിക് ചികിത്സകളും അവൈലബിൾ ആണ്. അതായത് നമ്മൾ ചിരിക്കുമ്പോൾ ചിലർക്ക് കറുപ്പ് നിറത്തിലുള്ള മോണ കാണാറുണ്ട്. നമ്മുടെ സ്കിൻ കളർ മാതിരി തന്നെയാണ്. ചിലര് ഫെയർ ആയിരിക്കും, ചിലര് എറിന്തതായിരിക്കും എന്ന് പറയുന്ന മാതിരി നമ്മൾ ജനറ്റിക്കലി ഡിസൈഡഡ് ആണ് മോണയുടെ കളറും. അപ്പം മോണയിൽ ചെറിയ ബ്ലാക്ക് സ്പോട്ട്സ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലരുടെ ചിരിയുടെ കോൺഫിഡൻസ് കഷ്ടപ്പെടാറുണ്ട്. അപ്പൊ നമുക്കത് ഡീപിഗ്മെന്റേഷൻ എന്ന് പറയും. അത് നമുക്ക് സർജിക്കലിയും ചെയ്യാം, അല്ലെങ്കിൽ ലേസർ വെച്ചിട്ടും ആ കറുപ്പ് പാട് നീക്കം ഏരിയ മാത്രം മതിയല്ലോ, വിസിബിൾ ആകുന്ന ആ ഭാഗം നമുക്ക് മാറ്റാൻ പറ്റും. അതേമാതിരി നമുക്ക് കുറെ അമിതമായ മോണ കാണുക, ചിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള മോണ കാണുക. അതെ, പക്ഷെ അത് പൂർണ്ണമായും ഒരു മോണരോഗ വിദഗ്ധയല്ല ചെയ്യുക. അതൊരു മൾട്ടി ഡിസിപ്ലിനറി ആണ്. അത് ചിലപ്പോൾ നമുക്ക് മോണയെ റിമൂവ് ചെയ്തിട്ട് ജിഞ്ചവെക്ടമി എന്ന് പറയും. അതായത് മോണയുടെ അമിതമായിട്ട് ഇരിക്കുന്ന മോണയെ ചെറുതായി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചില സമയം അത് ആ മോണയുടെ ഡിസ്പ്ലേ അതിൽ തന്നെ നിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് നമ്മളെ മേലിലെ താടിയുടെ വളർച്ച കൂടുതലാണെങ്കിൽ നമ്മൾ ചെറിയ സർജറി അതൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്മൈല് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് വായനാറ്റത്തിന് നമ്മളത് കണ്ടുപിടിക്കണം, അതിന്റെ കാരണം എന്താണെന്ന്. ദന്തക്ഷയം അല്ലെങ്കിൽ വായന്റെ അകത്തുള്ള പുണ്ണുകൾ, ഇതൊക്കെയാണ് വായനാറ്റത്തിന്റെ കാരണമെങ്കിൽ അടിസ്ഥാനപരമായി അതിനെ നമ്മൾ പലപ്പോഴും വയറിലൊക്കെ ഉണ്ടാവുന്ന അസുഖങ്ങൾ വായനാറ്റത്തിന് കാരണം കേട്ടിട്ടുണ്ട്. അതിൽ എത്രമാത്രം അസിഡിറ്റി, അതേമാതിരി പ്രമേഹം, കിഡ്നിക്ക് തകരാറ്, ഇതിനൊക്കെ അല്ലെങ്കിൽ നമുക്ക് ENT സംബന്ധമായിട്ടുള്ള സൈനസൈറ്റിസ്, ഇതിനൊക്കെ അല്ലെങ്കിൽ ചെവിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ, ഇതിനൊക്കെ നമുക്ക് വായനാറ്റം, കാരണം ഇവിടെയൊക്കെ കണക്റ്റഡ് ആണ്. അപ്പൊ വായനാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏതാണോ വായനാറ്റം ഉണ്ടാക്കുന്ന കാരണം അത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ചികിത്സിക്കുക. ചിലപ്പോൾ ഉമിനീരിന്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും, സിമ്പിൾ ആയ കാര്യമായിരിക്കും, വെള്ളം കൂടി കുറവായിരിക്കും. അപ്പൊ നമ്മള് വെള്ളം കൂടി ചിലപ്പോൾ പേഷ്യൻസിനോട് വെള്ളം കുടിക്കുന്ന കൂടുക പറയുക, ഉമിനീരിന്റെ പ്രൊഡക്ഷൻ കൂടും. ചിലപ്പോൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഉമിനീരിന്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. അപ്പൊ അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് രീതിക്ക് നമ്മൾ ചികിത്സകൾ കൊടുക്കും. ഇനിയിപ്പോ ഇംപ്ലാന്റ്, അതായത് നമുക്ക് പല്ലുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ പോയിരിക്കുന്ന പല്ലുകൾക്ക് കൃത്രിമമായ പല്ല്, അതായത് നമ്മൾ പല്ലിന്റെ വേര് ആർട്ടിഫിഷ്യലായി വെക്കുന്ന വേരിനെയാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. ആ വേരിന്റെ മേലേക്ക് നമുക്ക് പല്ല് വെച്ചു കൊടുക്കാം. അല്ല, പണ്ടൊന്നും ഒരിക്കലും സങ്കല്പിക്കാനാവാത്ത ഒന്നായിരുന്നു. ഒരു പല്ല് മുമ്പൊക്കെ നമുക്കറിയാം, ആക്സിഡന്റിലൊക്കെ പൊട്ടി ട്രോമ കേസുകളിലൊക്കെ ഒരു പല്ല് പോയാൽ 4 hour അത് പോയത് തന്നെയാണ്, പിന്നെ നമുക്കൊന്നും ചെയ്യാനാവില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു മുമ്പ് കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാവുന്ന രീതികൾ വന്നിരിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ അതും ഡോക്ടർ ഡിപ്പാർട്ട്മെന്റിലാണ് വരിക അല്ലേ. അപ്പൊ അത് ഒരു ആളുകൾക്ക് അറിയേണ്ട മറ്റൊരു കാര്യം അതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. അതെങ്ങനെ അത് ഉറപ്പിച്ച് നിർത്താനാവും, മറ്റുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും, അതേപ്പറ്റി ഒന്നും അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞാലേ കുറെ ആളുകൾക്ക് അത് ഉപകാരമാവും. ഇംപ്ലാന്റിനെ പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല്ല് നഷ്ടപ്പെട്ടു പോയാൽ അവിടെ നമുക്ക് വെക്കാൻ വേണ്ടി, പല്ല് തിരിച്ചു വെക്കാൻ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഊരി വെക്കുന്ന പല്ലുകൾ, അങ്ങനെ പറ്റും. അതായത് നമ്മൾ പറഞ്ഞ സെറ്റ് പല്ല്, അത് ഫുള്ള് സെറ്റ് ആവാം, അല്ലെങ്കിൽ ചെറിയ 2-3 പല്ല് മാത്രമായിട്ടുള്ള സെറ്റ് പല്ലുകളാകാം. പക്ഷെ അത് എല്ലാവർക്കും
പറ്റണം എന്നില്ല. ബുദ്ധിമുട്ടാണ് ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എടുത്ത് ക്ലീൻ ചെയ്ത് കളയുക, രാത്രി മാറ്റി കളയുക. പിന്നെ ഉള്ളത് ഫിക്സഡ് ആയിട്ട് പോകുന്ന 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ തൊട്ടടുത്ത 2 പല്ലിനും സപ്പോർട്ട് എടുത്തിട്ട് നമ്മള് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ 3ാമത്തെ ഓപ്ഷനാണ് ഇംപ്ലാന്റ്. അപ്പം നമ്മള് പല്ല് പറിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു അത്ര തന്നെ ഒരു ഇംപ്ലാന്റ് വെക്കാനും നമുക്ക് കഷ്ടപ്പാടുകളുള്ളൂ. അതായത് പല്ല് ആ ഏരിയ നമ്മൾ തരിപ്പിക്കുന്നു, എല്ലിന്റെ ഉള്ളിലേക്ക് നമ്മൾ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി പല്ലിന് ഇംപ്ലാന്റിന് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് വെക്കുന്നു. ടൈറ്റാനിയം എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇംപ്ലാന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതും നമ്മുടെ എല്ലുമായിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയി യോജിക്കുന്നു. പിന്നെ അത് നമ്മളെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നു. അതിന്റെ മേലേക്ക് നമ്മൾ പല്ല് ഉണ്ടാക്കി കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്നു. പല്ല് നമ്മളെ വായന്റെ അകത്തുള്ള പല്ല് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ കെയർ എടുക്കുന്നോ അത്ര തന്നെ കെയർ എടുത്താൽ മതി. ഒരു ഇംപ്ലാന്റിന്റെ സ്ട്രോങ് ആണെന്നാണ് ഡോക്ടർ പറയുന്നത് കേട്ടോ. ആ രീതിയിൽ തന്നെ ഒന്നും പേടിക്കേണ്ടതില്ല അല്ലേ? ആ ഒരു ആശങ്ക നമുക്ക് മാറുകയാണ്. ഫുഡ് കഴിക്കുമ്പോഴൊക്കെ മറ്റെന്തെങ്കിലും ശ്രദ്ധ ആവശ്യമുണ്ടോ? അങ്ങനെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ നമ്മുടെ നോർമൽ പല്ലിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ഹോം കെയർ മെത്തേഡ് അത് തന്നെ ഉള്ളൂ ഇംപ്ലാന്റിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ നമ്മള് 6 മാസം കൂടുമ്പോ നേരത്തെ നോക്കാൻ വേണ്ടി ചെക്കപ്പിന് വേണ്ടി ഒരു 2 വർഷം കൂടുമ്പോ ഒരു എക്സ്റേ എടുത്ത് എല്ലൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കാം. അത്ര മാത്രമേ ഉള്ളൂ. മറ്റേതൊരു ആരോഗ്യ ശാഖയെ പറ്റി പറയുന്ന പോലെ തന്നെ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളാണ് ഈ മോണരോഗത്തെ പറ്റിയുള്ള ചികിത്സയിൽ ധാരാളമായിട്ടുള്ളത്. കാരണം ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. കൃത്യമായിട്ട് ഡോക്ടറെ കണ്ടിട്ട് ആ ലൈറ്റൊക്കെ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾക്ക് ടെൻഷൻ ആവുന്നില്ല. നമുക്ക് സാധാരണക്കാരെ ആളുകൾക്ക് ഡോക്ടറുടെ ചെയറിൽ ഇരുന്നിട്ട് ആ ലൈറ്റൊക്കെ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പേടിയാണ്. പൊതുവെ ഡെന്റിസ്റ്റുകളെ ആളുകൾക്ക് ഒരു പേടിയാണുള്ളത്. പറയാലോ, അവർ സൂചി വെക്കും, ഒരു പിന്നെ പല്ലെടുക്കുമ്പോൾ വലിയ വേദന ഉണ്ടാവും എന്നൊക്കെയാണ്. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട് ഈ മോണരോഗ ചികിത്സയിൽ ഇതുപോലുള്ള പേടികളുണ്ട്. ഇതിനപ്പുറത്തുള്ള ഒരുപാട് വിദ്യാധാരണകളുണ്ട്. അപ്പോൾ ഡോക്ടറെ സംബന്ധിച്ച് ഡോക്ടർക്ക് നേരിട്ട് പേഷ്യൻ്റെ അടുത്ത് കേൾക്കാനുള്ള സൗകര്യം കൂടിയുണ്ട്. അവരാദ്യം ചോദിക്കുക ഇത് പറ്റുമോ, ഇതിങ്ങനെയാവുമോ എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള മിഥ്യാധാരണകൾ എന്തൊക്കെയാണ്? മിഥ്യാധാരണകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞു പേഷ്യൻസ് 6 മാസം കൂടുമ്പോൾ നമ്മൾ ഡെന്റിസ്റ്റിനെ കാണണം, നല്ലതാണ്, അത് കാണണം, ക്ലീൻ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം വരുന്ന ചോദ്യം ഇനാമൽ പോകൂലേ എന്നതാണ്. ഇനാമൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ ഒരു ഘടകമാണ്. അത് അങ്ങനെ ഒരു ക്ലീനിങ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സ്കെയിലർ യൂണിറ്റ് വെച്ചിട്ട് നഷ്ടപ്പെടാവുന്ന ഒരു സാധനമല്ല. പിന്നെ നമ്മൾ ഒരിക്കലും പല്ലിന്റെ മേലെയല്ല ക്ലീനിങ് ചെയ്യുന്നത്. പല്ലിൽ അടങ്ങി നിൽക്കുന്ന ഇത്തിൾ അതിനെ നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇൻസ്ട്രുമെന്റ് തൊടുന്നതും ആ ഇത്തിളിന്റെ മേലെ മാത്രമേ ഉള്ളൂ. ഇനാമലിനെ നമ്മൾ എടുത്തു കളയുന്നില്ല. രണ്ടാമത്തെ കാര്യം, പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് എന്റെ പല്ലിന് പുളിപ്പ് കൂടി, അതാണ് പേഷ്യൻസിന്റെ വേറൊരു കംപ്ലൈന്റ്. കൂടിയില്ലെങ്കിലും കൂടിയെന്നൊരു തോന്നലുണ്ടാവാം. ആക്ച്വലി നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത്തള നിൽക്കുന്ന സമയത്ത് പല്ലിന്റെ മേലെ ചെറിയ തരത്തിലുള്ള തേയ്മാനം, അതായത് വേരിന്റെ ഭാഗത്ത് ചെറിയ തേയ്മാനങ്ങൾ സംഭവിക്കാം അടിഭാഗത്തേക്ക്. അപ്പൊ അത് പോകുമ്പോൾ ഒരു ട്രാൻസിയന്റ് എന്ന് പറയും, അതായത് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു പുളിപ്പ് പേഷ്യന്റിന് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അത് വിതിൻ ഒരു 2-3 ഡേയ്സ് സബ്സൈഡ് കുറഞ്ഞു വരുന്ന ഒരു രോഗലക്ഷണം മാത്രമാണ്. പിന്നെ വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഗൂഗിൾ നോക്കി ബ്ലീഡിങ് ഗംസ് വരുമ്പോഴത്തേക്കും പേടിച്ചിട്ടാണ് മോസ്റ്റ്ലി പേഷ്യൻസ് നമ്മളെടുത്ത് വരാറ്. ക്യാൻസർ ആണ് എന്നുള്ള മിഥ്യാധാരണയിലാണ് പേഷ്യൻസ് വരുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്, വീക്കം മാത്രമാണ് എന്ന് പറഞ്ഞ് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ബ്ലീഡിങ് കുറഞ്ഞ് വരുമ്പോ പേഷ്യൻസിന് ഒരു സമാധാനം മോസ്റ്റ്ലി ഉണ്ടാവാറുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു കംഫർട്ട് കൊടുക്കുമ്പോ തന്നെ ഇത് അതല്ല എന്ന് പറയുമ്പോ തന്നെ 60% അസുഖം മാറി. ബാക്കി 40% 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പേഷ്യന്റ് മാറാറുണ്ട്. പിന്നെ ഇളക്കം വന്ന പല്ലുകൾ, മോസ്റ്റ്ലി ബാക്കിലത്തെ പല്ലുകൾ ഇളക്കം വന്നു, അണപ്പല്ലല്ലേ ആരും കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പോയ പല്ല് തിരിച്ചു വെക്കാതിരിക്കുക. അത് മോസ്റ്റ്ലി എന്താ സംഭവിക്കുന്നതെന്ന്, അണപ്പല്ല് നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ ആരും കാണുന്നില്ല എന്ന് മാത്രമേ ആലോചിക്കുന്നു, സൗന്ദര്യം മാത്രമേ ആൾക്കാർ ആലോചിക്കുന്നുള്ളൂ. അതിന് ഫംഗ്ഷൻ ഉണ്ടെന്നും, അതായത് നമ്മൾ ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രോങ്ങസ്റ്റ് പല്ലുകളാണ് അണപ്പല്ല്. ഈ അണപ്പല്ല് ഇല്ലാത്ത സമയത്ത് നമ്മൾ മുൻവരിയിലുള്ള ചെറിയ പല്ലുകൾ കൊണ്ടാണ് പിന്നെ ചവയ്ക്കേണ്ടി വരിക. ചെറിയ പല്ല്
അതിന് ഭാഗമായിട്ട് ചെറിയ പല്ലുകൾക്കും ഇളക്കം സംഭവിക്കും. ഓ. പക്ഷെ മുമ്പിലത്തെ വരിയിലെ പല്ലുകൾ ഏതെങ്കിലും ഒന്ന് ഇളക്കം വന്നാൽ അത് നഷ്ടപ്പെട്ടു പോകാൻ പേഷ്യന്റിന് തീരെ സമ്മതമല്ല, അത് സൗന്ദര്യം പോകും. അപ്പം സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പല്ല് എപ്പോൾ നഷ്ടപ്പെട്ടാലും അത് ഇമ്മീഡിയറ്റ്ലി റീപ്ലേസ് ചെയ്യാം. ഊരി വെക്കുന്ന പല്ലുകൾ ഇപ്പൊ നമുക്ക് ഇംപ്ലാന്റോ അല്ലെങ്കിൽ ബ്രിഡ്ജ് അത് സാമ്പത്തികമായി അത് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഊരി വെക്കുന്ന പല്ലെങ്കിലും മിനിമം വെക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അല്ലേ? കാരണം മൊത്തം ബാക്കി പല്ലുകളുടെ കൂടി സംരക്ഷണത്തിന് ഇത് ആവശ്യമാണെന്നുള്ള അല്ലേ? അതെ അതെ അതെ, ഒരു കൂട്ടിപ്പിടുത്തം എപ്പോഴും വേണമല്ലോ നമുക്ക് അല്ലേ? അതിന്റെ ഇടയിലുള്ള ഒരാളാണല്ലോ പോയി പോകുന്നത്. ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കൊക്കെ വരാം അല്ലേ? വന്നാലും നമുക്ക് ഒന്നുകിൽ തൊട്ടടുത്തൊരു ഡെന്റിസ്റ്റിനെ കാണിക്കാം, അതല്ലെങ്കിൽ കുറെ കൂടി വിദഗ്ധരുള്ള ഒരു കൂട്ടം വിദഗ്ധരുടെ ഇടയിലേക്ക് നമുക്ക് പോയിട്ട് ഏറ്റവും നല്ല ചികിത്സ, ഏറ്റവും മികച്ച ചികിത്സ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡോക്ടർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയിട്ട് ഡോക്ടർ സേവനം തന്നെ തേടാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. എന്നാൽ അതേപ്പറ്റി ഒന്ന് പറയാമോ? സ്ഥാപനം നമ്മുടെ കോളേജ് ഉള്ളത് മലബാർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ആണ്. ശ്രീ ആഞ്ജനേയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവിടെ ഉള്ളത്? ഇവിടെയുള്ള ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് 8 വിഭാഗങ്ങളുണ്ട്, 8 സ്പെഷ്യാലിറ്റികളുണ്ട്. 8 സ്പെഷ്യാലിറ്റീസിലും അത് അവരവരുടെ മേഖലയിൽ എക്സൽ ചെയ്ത് നിൽക്കുന്ന ഡോക്ടേഴ്സിന്റെ സേവനം അവിടെ തന്നെയുണ്ട്. ഈവൻ ഞങ്ങൾക്ക് ഇപ്പം ഫാസ്റ്റ് ട്രാക്ക് ഡെന്റൽ ക്ലിനിക്, അതായത് നിങ്ങൾക്ക് ഇപ്പം ഒരു കോളേജ് ആകുമ്പോൾ അറിയാം കുറെ പേഷ്യൻസ് വെയിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ ഫാസ്റ്റ് ട്രാക്ക് ഡെന്റൽ ക്ലിനിക്കും തുടങ്ങിയിട്ടുണ്ട്. പേഷ്യന്റ് വരുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന. പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് ചില കേസുകൾ നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി, അതായത് 2 or 3 സ്പെഷ്യലിസ്റ്റ് ഇരുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഞങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്യാനും ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാനും ഒക്കെയുള്ള സാഹചര്യം കോളേജിലുണ്ട്. പിന്നെ മോഡേൺ ഫെസിലിറ്റീസ്, ഏറ്റവും നൂതനമായിട്ടുള്ള ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഇപ്പോൾ ലോകത്ത് അവൈലബിൾ ആണോ അതെല്ലാം ഞങ്ങളുടെ ഡെന്റൽ കോളേജിലും അവൈലബിൾ ആണ്. ഇതുപോലെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സമീപിക്കാവുന്നതാണ്. അവിടെ പോയാൽ ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ചികിത്സ അവിടെ അവൈലബിൾ ആണ്. അതാണ് നമുക്ക് വേണ്ടതില്ല. നമുക്ക് ഏറ്റവും നല്ല ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അത് അവൈലബിൾ ആണെന്ന് കൂടി അറിയിക്കുകയാണ്. നമുക്ക് മോണരോഗത്തെപ്പറ്റി അതിൻ്റെ ഏറ്റവും നൂതനമായ ചികിത്സാ രീതികളെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് തന്നത് ഡോക്ടർ അഞ്ജന നാരായണനാണ്. ഡോക്ടറുടെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ള നിലയിൽ അതിൽ ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും ലളിതമായിട്ടും ഡോക്ടർ അക്കാര്യം വിശദീകരിച്ചു തന്നു. ഒരുപാട് പേർക്ക് അത് ഉപകാരപ്രദമായി നമ്മൾ വിശ്വസിക്കുകയാണ്. ഒരുപാട് തിരക്കിനിടയിലും നമ്മോടൊപ്പം വന്നിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച ഡോക്ടർ അഞ്ജന നാരായണന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ മറ്റൊരു ഡോക്ടറായിട്ട് വീണ്ടും കാണും. അതുവരെ നന്ദി, നമസ്കാരം.